നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതുമയുള്ള ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് സാധനങ്ങളെ വേണ്ടൂ, മസാലകളൊന്നും അധികം വേണ്ടാത്ത ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കായ്മുളക് നമ്മൾ കുരു എടുത്ത് കളഞ്ഞിട്ട് വേണം അതിടാൻ വേണ്ടിയിട്ട് 2ആയിട്ട് കീറിയിട്ടിടുക. കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് എണ്ണ, കുറച്ച് കടുവും ജീരകവും, ഒരു 1/4 ടീസ്പൂൺ വീതം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിൽ നിന്ന് കടുവും ജീരകവും ഇട്ട് കൊടുക്കാം. അത് പൊട്ടി അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ചൂടായി വരണം. എണ്ണയിൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അധികം വറുത്ത് വരാനൊന്നും നിൽക്കണ്ട. നമുക്ക് വെന്ത് വരുവേ വേണ്ടു തേങ്ങ ഈ എണ്ണയിലും ഇനിയിപ്പോൾ ചിക്കനും എല്ലാം കൂടിയിട്ട്. നമുക്കിനി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. അതിന് വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത് ചിക്കൻ ഇതിനേട്ടാ. ചിക്കനെല്ലാം വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിനായിരുന്നു. ഇപ്പോൾ നല്ല പാകത്തിന് ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്തിട്ട് വെന്തോ നോക്കാം. നല്ല ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ പള്ളിപ്പാളയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിലൊരു റെസിപ്പി ചെയ്ത് അധികം മസാലയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിലൊരു ഫ്രൈ ആണിത്. പിന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയം കുറച്ച് പുളിനാരങ്ങ നീരും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ഇതിൻ്റെ നെയ്യോട് കൂടി നമുക്ക് ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.